ടാലിയിൽ നമുക്ക് റെസീപ്റ്റ് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസിപ്റ്റ് ബുക്കിലെ റെസീപ്റ്റ് നമ്പറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ എടുക്കുക. ഓൾട്ടറിനകത്ത് വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുക. വൗച്ചർ ടൈപ്പിനകത്ത് നമുക്ക് റെസീപ്റ്റ് കിടപ്പുണ്ട്. റെസീപ്റ്റ് എടുക്കുക. അതിനകത്ത് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ് അത് ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നത്. അത് നമ്മൾ മാറ്റി മാനുവൽ കൊടുക്കണം. മാനുവൽ കൊടുക്കുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. അത് എസ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചെയ്തു. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് റെസിപ്റ്റ് എല്ലാം അടിച്ചു വിട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ബുക്കിലുള്ളതുപോലത്തെ റെസിപ്റ്റ് ബുക്കിലുള്ള പോലെ നമ്മളെന്താ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ റെസിപ്റ്റ് നമ്പർ അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഡേ ബുക്ക് എടുക്കുക. നമ്മൾ ഇതുവരെയുള്ള റെസിപ്റ്റുകളെല്ലാം നമ്മൾ അടിച്ചു കൊടുത്ത റെസിപ്റ്റുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് റെസിപ്റ്റ് നമ്പർ ആദ്യം അടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഡേറ്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഡേറ്റ് ഇവിടെയുണ്ട്. ആ ഡേറ്റിൻ്റെ ബേസിസിൽ ആ റെസിപ്റ്റ് ബുക്ക് നോക്കി നമുക്കിവിടെ നമ്മുടെ വൗച്ചറിൽ റെസിപ്റ്റ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. റെസിപ്റ്റ് വൗച്ചറിൽ ഇനി ഈ വൗച്ചർ എടുക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് വൗച്ചറോ റെസിപ്റ്റ് വൗച്ചറോ എന്തെടുത്താലും അതിന് ഇത് കണ്ടോ, ഇപ്പോൾ റെസിപ്റ്റ് വൗച്ചറിൻ്റെ നമ്മുടെ റെസിപ്റ്റ് ബുക്കിലുള്ള പോലത്തെ നമ്പർ വേണം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്കത് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടാണ് അടുത്ത എൻട്രിയിലേക്ക് നമ്മൾ കടക്കത്തുള്ളൂ. ടാലിയിൽ നമുക്ക് വൗച്ചർ നമ്പർ കൊടുക്കണമെങ്കിൽ, നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന വൗച്ചർ നമ്പർ കൊടുക്കണമെങ്കിൽ ഓൾട്ടർ എടുക്കുക. അതിനും വൗച്ചർ ടൈപ്പ് കൊടുക്കുക. അതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് എടുക്കുക. പേയ്മെൻ്റ് ആണല്ലോ നമ്മൾ വൗച്ചറിലായിട്ട് സെറ്റാക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുക. പേയ്മെൻറ്റ് എടുത്തിട്ട് അവിടെ മെത്തേഡ് ഓഫ് നമ്പറിങ് ഓട്ടോമാറ്റിക്കാണ്. അത് മാനുവൽ കൊടുക്കുക. മാനുവൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. പേയ്മെൻറ്റ് മാനുവലാക്കി. അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് പേയ്മെൻറ്റ് നടത്തിയാലും നമ്മൾ നമ്മുടെ വൗച്ചർ എടുക്കുന്നു. പേയ്മെൻറ്റ് വൗച്ചർ F5 എടുക്കുന്നു. അതിൽ ഇത് കണ്ടോ, ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്പർ, അവിടെ നമ്മുടെ വൗച്ചർ നമ്പർ എത്രയാണെങ്കിൽ അത് സംഭവം സെറ്റാക്കി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് പേയ്മെൻറ്റ് വൗച്ചർ നമുക്ക് സെറ്റാക്കാവുന്നതാണ്.